ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ പുന്നൂസ് ട്യൂഷൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഓൺലൈൻ ട്യൂഷനുണ്ട്. അപ്പൂസാണ് എണീറ്റിട്ടില്ല. അപ്പോൾ കുറച്ച് പണികളുണ്ടിട്ട് എനിക്ക് രാവിലെ ഇപ്പോൾ ഒരു 6-6:30 ആയിട്ടുള്ള സമയം. അപ്പോൾ ഇന്നലെ തലേദിവസം തന്നെ ഞാൻ എല്ലാം അടിച്ച് ക്ലീനാക്കി ഇട്ട കാരണം വീട് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം പണികളൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ രാവിലെ മുറ്റത്തിറങ്ങി കുറച്ച് പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ മുറ്റത്ത് ചെറിയ ചെറിയ പുല്ലുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കിണറിൻ്റെ ഭാഗത്ത് നിറയെ പുല്ലുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നിറയെ ഉണ്ടാവണ കട്ടമുല്ല ഉണ്ടല്ലോ, ആ മുല്ല പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ അങ്ങനെ പടർന്നിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വെട്ടിക്കളഞ്ഞു. പിന്നെ ഈ കിണറിനോടെ ഇതുപോലെയായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കാം. അപ്പോൾ വിഷുവല്ല വരുന്നത്, നമുക്ക് വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഭാഗം ഞാൻ വൃത്തിയാക്കി വന്നിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ ഞാൻ കാന്താരി മുളകിൻ്റെ തൈ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറേ നാളായിട്ട് ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് കടന്നു വന്നിട്ട് അതായിട്ട് ഇത്രയും വലിയ പുല്ലുകളായി മുളച്ച് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീനാക്കി എടുത്ത ശേഷം ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഒന്ന് കിടക്കാം കേട്ടോ. അപ്പോൾ ഈ പണികളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതായിട്ട് എനിക്കിഷ്ടം. ഞാൻ വേറെ ആരെയും വിളിച്ച് ചെയ്യിക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയായിട്ടാണ് ചെയ്യുക. ഇത്ര വയ്യാണ്ടാവും മാത്രമായിട്ടോ. ഇതങ്ങനെ ഉണ്ടായിട്ടില്ല അതുവരെ. എന്നാലും ഞാൻ തന്നെയായിട്ടാണ് ചെയ്യുക. വയ്യായൊക്കെ മാറി ഞാൻ തന്നെ ചെയ്യും. എനിക്കതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഒരു വേപ്പും തൈ വെച്ചിട്ടുണ്ടായിരുന്നു വീട് വെച്ച സമയത്ത്. അത് ഇതുപോലെ ആയിട്ടുള്ളൂ കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാനതിന് മണ്ണാക്കി ഇട്ടു. പിന്നെ ഒരു ഇഞ്ചിയല്ല, മഞ്ഞളിൻ്റെ ഒരു കഷ്ണം കറക്റ്റായിട്ട് അത് പരുവായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, മണ്ണിൻ്റെ പുറത്തേക്ക്. അപ്പോൾ ഞാനത് വലിച്ചെടുത്തു കേട്ടോ. അതെങ്ങനെ ഉണ്ടായെന്നറിയില്ല. പിന്നെ ഈ പപ്പക്കായ ഉണ്ടല്ലോ, ഫ്രൂട്ട്സ് കടയിൽ നിന്ന് മേടിക്കുന്ന പപ്പയുണ്ടല്ലോ, ഉള്ളിൽ റെഡ് കളറായിട്ട്, അതിൻ്റെ വിത്ത് ഞാൻ മുളപ്പിച്ചിട്ട് നട്ടതാണ് കേട്ടോ. പക്ഷെ അത് ഒരെണ്ണം എനിക്ക് മുളച്ചുള്ളൂ ശരിക്കും കറക്റ്റായിട്ട്. അപ്പോൾ അതാണ് കേട്ടോ പപ്പത്തൈ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം റെഡ് ആയിരിക്കും കേട്ടോ പഴുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ച് പച്ചമുളക് തൈയും അങ്ങനെയൊക്കെ ആയിട്ട് ഈ സൈഡിൽ അത്ര കേട്ടോ എൻ്റെ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അത് അധികം സ്ഥലമല്ല കേട്ടോ, നമുക്കത് കാരണം ഇത്രയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അധികം ഇങ്ങനെ കാട് പോലെയൊക്കെ ആവുന്ന പോലെ കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കാറില്ല കേട്ടോ. പിന്നെ അത് മുറ്റത്ത് കുറച്ച് ചെറിയ ചെറിയ പുല്ലുകളൊക്കെ ഞാൻ കൈകൊണ്ട് വലിച്ച് അടിച്ച് വാരി ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടൈലിട്ടിട്ടില്ല. അപ്പോൾ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പുല്ലുകൾ നിറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ നുള്ളി എടുത്ത് കളഞ്ഞാൽ കേട്ടോ, അത് അല്ലെങ്കിൽ വലുതായി കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുക്കാൻ. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ലോണം വരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലാണെങ്കിൽ കുറച്ച് ഒരു ഭാഗമുണ്ട്, അവിടെയും ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കുന് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി കിട്ടിയിട്ട് രാവിലെ തന്നെ അവളെ കൂട്ടിലിട്ടിട്ട് അവൾക്ക് ഭയങ്കര കുറയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ രാവിലെ ഒരു 9:30 ആകുമ്പോൾ എത്താമെന്ന് പറഞ്ഞിരിക്കണേ. പിന്നെ ഞാൻ പുറത്ത് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒന്ന് നനച്ച് കൊടുത്തു കേട്ടോ, ഗേറ്റിൻ്റെ പുറത്ത്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പൂസും കുളിച്ചു കേട്ടോ എണീറ്റിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് അലക്കാൻ വേണ്ടി ഇപ്പുറത്തേക്ക് വന്നപ്പോൾ എൻ്റെ കൂടെ ഇപ്പുറത്തേക്ക് വന്നേക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മെഷീനിലൊക്കെ തുണി ഇടാനുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മുട്ട പുഴുങ്ങാൻ വയ്ക്കാം. ഈ മുട്ട പുഴുങ്ങുന്ന മെഷീൻ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ പഴയ വീഡിയോയിൽ. അപ്പോൾ അപ്പൂസ് എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പോണത്, എനിക്കും ഏട്ടനും ഓട്സിൻ്റെ ഉപ്പുമാവായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓട്സിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റും സവാളയും ചോപ്പർ കുട്ടലിൽ അരിഞ്ഞോണ്ടിരിക്കണം കേട്ടോ. ഈ ചോപ്പർ അടിപൊളി ചോപ്പറാണ് കേട്ടോ. അത് ഞാൻ മൈജിന്ന് മേടിച്ചതാണ്. പിന്നെ ക്യാരറ്റല്ല, ബീൻസ് നമുക്ക് കൈ കൊണ്ട് ചെറുതായിട്ട് അരിയണം കേട്ടോ. അപ്പോൾ ഞാൻ ചരിച്ചൊക്കെ അരിയാൻ നോക്കുന്നുണ്ട്, പക്ഷെ ചരിഞ്ഞൊന്നും പോകണില്ല. അപ്പോൾ നേരത്തെ തന്നെയായിട്ട് വരുന്നത്. ചരിച്ചരിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേ ഈ ബീൻസൊക്കെ. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തുടച്ചിട്ടു. പിന്നെ ഇത് മുട്ട പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് മതി ഈ മുട്ട പുഴുങ്ങി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ചീനച്ചട്ടി ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ടിട്ട്, കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ട് വേപ്പിലിട്ടുണ്ട് കേട്ടോ. വേപ്പിലൊക്കെ ഒരുമിച്ചിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഓട്സ് എന്ന് പറയുമ്പോൾ റോൾഡ് ഓട്സ് തന്നെ എടുക്കണം കേട്ടോ. നമുക്ക് സാധാ ഓട്സ് ഉണ്ട്, അതിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ഓട്സ് ഇട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞിങ്ങനെ പോകും കേട്ടോ, കുറുക്ക് പോലെയാവും. അപ്പോൾ അതല്ല, ഇത് റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെള്ളം ഈ വഴറ്റി വന്നിരിക്കുന്ന ഐറ്റംസിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഓട്സൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അധികം നേരം അടയ്ക്കേണ്ട, കുറച്ച് നേരം അടച്ച് അതൊന്ന് വരുമ്പോൾ വെള്ളം വറ്റി സെറ്റായിട്ട് വരും. പിന്നെ ഇത് ഇളക്കി സെറ്റാക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഓട്സ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങി വന്നിട്ടുണ്ട്. അത് നമുക്ക് നല്ല പച്ച വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ, അത് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, നല്ല ചൂടുണ്ട്. അപ്പോൾ അതേ ഓട്സിൻ്റെ പുട്ടും മധുരം ഇടാത്തൊരു കാപ്പിയും ഒരു റോബസ്റ്റ പഴം ഒരു കോഴിമുട്ടയും ഞാൻ കഴിക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഡയറ്റാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കഴിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ജിമ്മിന് പോകുമ്പോൾ ട്രെയിനർ.
അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പൂസിനും പൊന്നൂസിനും ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മസാല ദോശ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അത് കാരണമായിട്ട് ഞാൻ അവർക്കൊന്നും ഉണ്ടാക്കാതിരിക്കണേ. അപ്പോൾ അതിന് വേണ്ടി രണ്ടുപേരും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വരുന്നത് കാത്ത് നിൽക്കണം. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടുപേർക്ക് വേണ്ടിയിട്ട്. അത് ഞാൻ പാത്രത്തിലാക്കി കൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ അപ്പൂസിൻ്റെ മുഖത്തൊരു സന്തോഷം നിങ്ങൾ കണ്ടോ? ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൂന് മസാല ദോശ. അപ്പൂൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നിരിക്കുകയാണ്. അങ്ങനെ പൊന്നൂസിന് ഞാൻ കൊടുത്തു. പിന്നെ ഏട്ടന് ഉപ്പുമാവ്, ഓട്സിൻ്റെ ഉപ്പുമാവും കൊടുത്തുവിട്ടു. അപ്പോൾ അപ്പൂസിന് മത്തങ്ങ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതിൽ മത്തങ്ങ കണ്ടപ്പോൾ സാമ്പാറിൽ മത്തങ്ങ കഷ്ണം ഉണ്ടല്ലോ, അതെടുത്തിട്ട് പൊന്നൂസിൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പൊന്നൂസ് മത്തങ്ങ കഴിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് മുട്ട പുഴുങ്ങിയതും ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടന് ഓട്സിൻ്റെ ഉപ്പുമാവും ഞാൻ കഴിച്ച പോലെ തന്നെ റോബസ്റ്റ പഴം കോഴിമുട്ട പുഴുങ്ങിയതായിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കണം കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ നൈറ്റ് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ഒരേ വിശേഷങ്ങൾ ഏട്ടൻ ചോദിക്കും, ഞാൻ അങ്ങോട്ട് ചോദിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊന്നിൻ്റെ വിശേഷങ്ങൾ പറയണ, ഞാൻ എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ പൊന്നൂസിന് ഇപ്പോൾ ഓൺലൈൻ ട്യൂഷൻ്റെ കാര്യമായിട്ട് പറയാനുള്ളത്. ഞങ്ങളുടെ ചെറിയ വിശേഷം ഇത്രയേ